ഗ്ലോബൽ പൊളിറ്റിക്സിനെയും ഇക്കണോമിയും ഒരുപോലെ വിളിക്കുന്ന ചില അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ എന്ന രഹസ്യ അണ്ടർഗ്രൗണ്ട് ആണവ നിലയവും അതിനെ തകർക്കുമെന്ന അമേരിക്കയുടെ ഭീഷണിയും ഒരു വശത്തുണ്ട്. മറുഭാഗത്ത് അതേ അമേരിക്ക സൗദി അറേബ്യയ്ക്ക് സ്വന്തമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അറ്റോമിക് കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ റെഡ് സീയിൽ ഹൂതികൾ ഏർപ്പെടുത്തിയ നേവൽ ബ്ലോക്കേഡ് കാരണം ഇന്ത്യയിലേക്കുള്ള സൗദിയുടെ എണ്ണക്കപ്പലുകൾ അടിയന്തരമായിട്ട് യു ടേൺ എടുത്ത് മടങ്ങിയതും US പ്രഖ്യാപിച്ച ഉയർന്ന താരിഫ് നയം കാരണം ഇന്ത്യയുടെ ഫാർമ മേഖല നേരിടുന്ന ആശങ്കകളും തകർച്ചയുടെ അരികിൽ നിൽക്കുന്ന പാകിസ്ഥാൻ $10 ബില്യൺ അടിയന്തര വായ്പയ്ക്കായിട്ട് അമേരിക്കയുടെ മുന്നിൽ കൈ നീട്ടുന്നതും ലോകം കാണുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഒരു യുദ്ധം കഴിഞ്ഞുവെന്ന് എല്ലാവരും കരുതിയ സമയത്താണ് ലോകത്തെ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു പേര് വാർത്തകളിൽ നിറയുന്നത്: പിക്കാക്സ് മൗണ്ടൻ. അമേരിക്കയും ഇസ്രായേലും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് അവസാനിച്ചില്ലേ? അത് കൂടുതൽ അപകടകരമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയോ? അമേരിക്കയും ഇസ്രായേലും എത്ര ബോംബെറിഞ്ഞാലും തകരാത്ത പാറക്കെട്ടുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ആണവ ലോകം. സെൻട്രൽ ഇറാനിലെ കൊലാങ് മലനിരകൾക്ക് താഴെ 100 മുതൽ 600 മീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പിക്കാക്സ് മൗണ്ടൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. പിക്കാക്സ് മൗണ്ടന്റെ വാതിലിൽ തന്നെ ഞങ്ങൾ ശക്തമായ ഒരടി കൊടുക്കാൻ പോവുകയാണ്. എന്നാൽ ചോദ്യം ഇതാണ്: അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തുളച്ചു കയറാൻ കഴിയാത്ത തരത്തിൽ ഇറാൻ നിർമ്മിച്ച ഈ അണ്ടർഗ്രൗണ്ട് കോട്ട തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? ആയിരക്കണക്കിന് ആണവ സെൻട്രിഫ്യൂജുകൾ ഇറാൻ ഈ ഒരു മലയ്ക്കുള്ളിലേക്ക് മാറ്റിയെന്നാണ് പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് പിക്കാക്സ് മൗണ്ടന്റെ രഹസ്യം? പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇറാന്റെ ആണവ ചരിത്രത്തിലെ ചില നിർണായക സംഭവങ്ങൾ എന്നറിയണം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം: ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഒരു ദിവസം തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകളായിട്ട് ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു എന്നറിയാമല്ലോ. തെഹ്റാനിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ അകലെയുള്ള നഥാൻസ് ആയിരുന്നു അത്. ഭൂമിക്കടിയിൽ 40 മുതൽ 50 മീറ്റർ ആഴത്തിൽ വലിയ ഹാൾ നിർമ്മിച്ച് 10,000 സെൻട്രിഫ്യൂജുകൾ സ്ഥാപിച്ചിട്ടായിരുന്നു നഥാൻസ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ 2020 ജൂലൈയിൽ നഥാൻസിലെ നൂതന സെൻട്രിഫ്യൂജ് അസംബ്ലി പ്ലാന്റിൽ അതിശക്തമായ ഒരു സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. ഇത് ബാഹ്യമായ അട്ടിമറിയാണ് എന്ന് ഇറാൻ ആരോപിച്ചു. ഇനിയുള്ളത് ഫോർദോ ആണ്, മറ്റൊരു പ്രധാന കേന്ദ്രം. പക്ഷേ ഫോർദോ ഒരു മലയുടെ അടിയിലാണ് നിർമ്മിച്ചത്. കാരണം യുദ്ധം ഉണ്ടായാൽ പോലും ബോംബ് കൊണ്ട് എളുപ്പത്തിൽ നശിപ്പിക്കാൻ പറ്റാത്ത വിധം. വർഷങ്ങളായിട്ട് അമേരിക്കയും ഇസ്രായേലും പറയുന്ന ആരോപണം ഒന്നു മാത്രം: ഇറാൻ സിവിൽ ന്യൂക്ലിയർ എനർജി മാത്രമല്ല, ആവശ്യമെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള ശേഷിയും വികസിപ്പിക്കുകയാണ് എന്ന്. ഇറാൻ ഇത് എല്ലായ്പ്പോഴും നിഷേധിക്കുന്നു. ഇനി 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നഥാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നീ പ്രധാന ആണവ നിലയങ്ങളിൽ വൻ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ന്യൂക്ലിയർ പ്രോഗ്രാം വർഷങ്ങളോളം പിന്നോട്ട് തള്ളുക. ഫോർദോയ്ക്കെതിരെ ബങ്കർ ബസ്റ്റർ ബോംബ്സ് വരെ ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നു. ഈ ആക്രമണങ്ങളിൽ നഥാൻസിലെയും മറ്റ് നിലയങ്ങളിലെയും ഉപരിതല കെട്ടിടങ്ങൾക്കും ചില തുരങ്കങ്ങൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി. ആണവ പദ്ധതി പൂർണ്ണമായിട്ട് തകർന്നുവെന്ന് പാശ്ചാത്യ ലോകം കരുതുന്നതിനിടെയാണ് ഇറാൻ തങ്ങളുടെ യഥാർത്ഥ ഗെയിം പ്ലാൻ പുറത്തെടുത്തത്. 2020 നഥാൻസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അന്നത്തെ ഇറാനിയൻ അറ്റോമിക് എനർജി മേധാവി അലി അക്ബർ സ്വാലിഹി ഒരു പ്രഖ്യാപനം നടത്തി: ഞങ്ങൾ മല തുറന്ന് അതിനുള്ളിൽ ഇതിലും വലിയ, ഇതിലും സുരക്ഷിതമായ പുതിയ കേന്ദ്രം പണിയും. അതാണ് പേർഷ്യൻ ഭാഷയിൽ കുയി കൊലാങ് ഗാസ്ല അഥവാ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിളിക്കുന്ന പിക്കാക്സ് മൗണ്ടൻ. നെതൻസിന്റെ സമീപത്തുള്ള ഒരു വലിയ മല. 2020 മുതൽ ഇവിടെ വലിയ അണ്ടർഗ്രൗണ്ട് ടണൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ട് സാറ്റലൈറ്റ് ഇമേജസ് കാണിച്ചിരുന്നു. വലിയ ടണൽ എൻട്രൻസസ്, പുതിയ റോഡ്സ് ഉണ്ട്, ഹൈ സെക്യൂരിറ്റി വാൾസ്, മതിലുകൾ, പർവ്വതത്തിന്റെ 100 കണക്കിന് അടി താഴേക്ക് പോകുന്ന അണ്ടർഗ്രൗണ്ട് ചേംബേഴ്സ്. ചില വിദഗ്ധർ പറയുന്നത് ഇത് ഫോർഡോയിനേക്കാൾ ആഴത്തിലായിരിക്കാം. അതിനാൽ സാധാരണ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചും നശിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഈ മല ഇത്രത്തോളം പ്രത്യേകതയുള്ളതാകുന്നത് എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ് പാറ, അതായത് സോളിഡ് ഗ്രാനൈറ്റ്. അതായത് ഫോർഡോയിലോ നെതൻസിലോ പോലെ സാധാരണ കളിമണ്ണോ മണ്ണോ അല്ല ഇവിടെ ഉള്ളത്. 100 കണക്കിന് മീറ്റർ കട്ടി കൂടിയ ഗ്രാനൈറ്റ് പാറയ്ക്ക് അടിയിലാണ് ഈ ടണലുകൾ. ഇനി അതിശയകരമായ ആഴം, അതായത് കേവലം 40 അടി ആഴമല്ല, ഭൂനിരപ്പിൽ നിന്ന് 100 മീറ്റർ മുതൽ 600 മീറ്റർ വരെ ആഴത്തിലാണ് ഇറാൻ നിലയം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് കോൺക്രീറ്റ് റീൻഫോഴ്സ്മെന്റ്. തുരങ്ക കവാടങ്ങൾക്ക് ചുറ്റും ഭീമൻ കോൺക്രീറ്റ് ഘടനകളും കൂറ്റൻ കല്ലുകളും നിരത്തി സുരക്ഷ ഇരട്ടിയാക്കിയിട്ടുണ്ട്.
ഇനി അടുത്തിടെ പുറത്തു വന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർണായകമായ കണ്ടെത്തലുകളെ കുറിച്ചാണ്. ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറാൻ ആയിരക്കണക്കിന് ന്യൂക്ലിയർ സെൻട്രിഫ്യൂജ് പിക്കാക്സ് മൗണ്ടനിലേക്ക് മാറ്റി എന്നാണ്. അതോടൊപ്പം നിയർ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം പോലും അവിടെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. 2025 വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനികമായ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ IR-2M, IR-4, IR-6 മോഡലുകൾ ഇറാൻ സുരക്ഷിതമായിട്ട് ഈ പിക്കാക്സ് മൗണ്ടനിലെ തുരങ്കങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ മലയുടെ കവാടങ്ങളിലേക്ക് നിരന്തരം ട്രക്കുകൾ പോകുന്നതും കനത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. ഇനി ഇവയൊക്കെ ഇന്റലിജൻസ് അസസ്മെന്റ്സ് മാത്രമാണ്. ഇതുവരെ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പല ന്യൂക്ലിയർ എക്സ്പേർട്സും പറയുന്നത് സെൻട്രിഫ്യൂജസ് മാറ്റി എന്നത് മാത്രം അവിടെ യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്നു എന്നതിന് തെളിവല്ല. എന്നിരുന്നാലും സംശയം വളരെ വലുതാണ്. ഇതുവരെ IAEA ഇൻസ്പെക്ടേഴ്സിന് ഈ സ്ഥലത്ത് പ്രവേശനം നൽകിയിട്ടില്ല. അതിനാൽ അകത്ത് നടക്കുന്നത് ലോകത്തിന് ഉറപ്പായിട്ട് അറിയില്ല. ഈ നീക്കം വരാനിരിക്കുന്ന ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധത്തെ എങ്ങനെ ബാധിക്കും? അത് 3 പ്രധാന കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതായത് ഒന്ന്, അജയ്യമായിട്ടുള്ള ആണവ കോട്ട. അതായത് സാധാരണ വ്യോമാക്രമണങ്ങൾക്കോ അതുപോലെ സാധാരണ ഗൈഡഡ് ബോംബുകൾക്കോ പിക്കാക്സ് മൗണ്ടനിലെ പ്രവർത്തനങ്ങൾ തടയാനാകില്ല. അമേരിക്കയുടെ GBU-57 MOP ബങ്ക് ബസ്റ്ററുകൾക്ക് പോലും പാറയുടെ ഈ ആഴം തുളയ്ക്കാനാകുമോ എന്നത് സംശയമാണ്. രണ്ടാമത്തത്, സൈനിക നീക്കങ്ങളുടെ തീവ്രത കൂട്ടും. വെറുതെ ബോംബിട്ടാൽ നിലയം തകരില്ലെന്ന് മനസ്സിലാക്കുന്ന അമേരിക്കയോ ഇസ്രായേലോ മലയുടെ കവാടങ്ങൾ ബോംബിട്ട് അടയ്ക്കാനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിച്ചുള്ള അട്ടിമറികൾക്കോ മുതിർന്നേക്കാം. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ആഗോള പ്രതിസന്ധിയും എണ്ണ വിലയുമാണ്. അതായത് അമേരിക്കൻ പ്രഹരത്തിന് തിരിച്ചടിയായിട്ട് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയോ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊക്കെ നടത്തുകയോ ചെയ്താൽ അത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ ഉലയ്ക്കും. ഇതുകൊണ്ടാണ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്, വി ആർ നോട്ട് ഫിനിഷ്ഡ്. ആവശ്യമെങ്കിൽ പിക്കാക്സ് മൗണ്ടനെ ശക്തമായി ആക്രമിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കാരണം അമേരിക്കയുടെ വിലയിരുത്തൽ ഒന്നു മാത്രമാണ്. നെഥാൻസ് നശിച്ചാലും ഫോർദോ തകർന്നാലും ഇറാൻ പുതിയ അണ്ടർഗ്രൗണ്ട് ഫോർട്രസിൽ നിന്ന് വീണ്ടും ന്യൂക്ലിയർ പ്രോഗ്രാം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഇതുവരെ നടത്തിയ എല്ലാ ആക്രമണങ്ങളും വെറുതെയാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് യുദ്ധത്തിന് എന്താണ് അർത്ഥമാകുന്നത് എന്നത്. ഒന്നാമത്, ഇത് ശരിക്കും പുതിയ ന്യൂക്ലിയർ ഹബ് ആണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടുത്ത പ്രധാന ടാർഗറ്റ് ഇതായിരിക്കും. ഇനി 2, ഇത് ആക്രമിച്ചാൽ ഇറാനും ശക്തമായിട്ട് തിരിച്ചടിക്കാൻ സാധ്യത കൂടും. മൂന്നാമത്, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വീണ്ടും വലിയ രീതിയിൽ വ്യാപിക്കാം. 4, ഡിപ്ലോമസി കൂടുതൽ ബുദ്ധിമുട്ടാകും, കാരണം വിശ്വാസം പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. 5, IAEA ഇൻസ്പെക്ടേഴ്സിനെ അനുവദിക്കാതെ ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിന്റെ സംശയം ഇനിയും വർദ്ധിക്കും. ഇപ്പോൾ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയാണ്, പിക്കാക്സ് മൗണ്ടൻ. അതൊരു സാധാരണ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി മാത്രമാണോ അതോ ഇറാന്റെ പുതിയ ന്യൂക്ലിയർ ഫോർട്രസ് ആണോ? ഇപ്പോഴും അതിന് വ്യക്തമായ ഉത്തരമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നഥാൻസിന് ശേഷവും ഫോർദോയ്ക്ക് ശേഷവും ഇനി ലോക രാഷ്ട്രീയം ചുറ്റിപ്പറ്റാൻ പോകുന്ന പുതിയ പേര് പിക്കാക്സ് മൗണ്ടൻ ആയിരിക്കും. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതാണ് അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ അടുത്ത അധ്യായം തീരുമാനിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഘടകം. ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഇൻഡസ്ട്രീസിൽ ഒന്നാണ് ഫാർമ ഇൻഡസ്ട്രി. ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജനറിക് മെഡിസിൻസിൽ വലിയൊരു പങ്ക് ഇന്ത്യയിൽ നിന്നാണ് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പ്രഖ്യാപനം ഇന്ത്യൻ ഫാർമ കമ്പനികളെയും ലോകമെമ്പാടുമുള്ള മരുന്ന് വിപണിയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഇപ്പോൾ ടാരിഫ് 0, പക്ഷേ 2 വർഷത്തിന് ശേഷം 100%, പിന്നാലെ 200%. വിദേശത്ത് മരുന്ന് നിർമ്മിച്ച് അമേരിക്കയിൽ വിറ്റ് പണം കൊയ്യുന്നത് ഇനി നടക്കില്ല. 2 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചില്ല എങ്കിൽ കനത്ത പിഴയായി നികുതി ഈടാക്കുമെന്നാണ് ഭീഷണി. എന്നാൽ ഈ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ ഇര ആരാണ് എന്നറിയാമോ? മറ്റാരുമല്ല, ഇന്ത്യ. ഫാർമസി ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫാർമ മേഖലയ്ക്ക് ഇത് എത്രത്തോളം വലിയ ആഘാതമാണ്? അമേരിക്കയുടെ പോക്കറ്റിന് ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ ഒരു നിർണായക പ്രഖ്യാപനം നടത്തിയത്. ട്രംപ് പ്രഖ്യാപിച്ച ടൈം ലൈൻ ഇങ്ങനെയാണ്. ഒന്നാമതായിട്ട് 2026 ഓഗസ്റ്റ് 1 മുതൽ 2028 ഓഗസ്റ്റ് 1 വരെ നിലവിലുള്ളതുപോലെ വിദേശത്തു നിന്നുള്ള ജനറിക് മെഡിസിൻസിന് 0% ടാരിഫ്, അതായത് പൂർണ്ണ നികുതി ഇളവുണ്ടായിരിക്കും. മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് അമേരിക്കയിൽ ഫാക്ടറികളും സജ്ജീകരണങ്ങളും നിർമ്മിക്കാൻ നൽകിയിരിക്കുന്ന 2 വർഷത്തെ ഒരു ഗ്രേസ് പീരിയഡ് ആണിത്. രണ്ടാമത്തേത് 2028 ഓഗസ്റ്റ് 1 മുതൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ജനറിക് മെഡിസിൻസിനും 100% നികുതി ചുമത്തും. 2029 ഓഗസ്റ്റ് 1 മുതൽ ഈ ടാരിഫ് ഇരട്ടിയായി 200%ത്തിലേക്ക് ഉയർത്തും.
അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാനും വിദേശ രാജ്യങ്ങളിലുള്ള മരുന്ന് നിർമ്മാണം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരാനുമാണ് ഈ കർശന നടപടി എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് ഉള്ള മരുന്നുകളുടെ നയത്തിൽ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന് ഇന്ത്യയുമായിട്ട് എന്താണ് ബന്ധം? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ നയം ഏറ്റവും ശക്തമായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മളെയാണ്, ഇന്ത്യയാണ്. എന്തുകൊണ്ടെന്നാൽ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ജനറിക് മെഡിസിൻസ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ്. കണക്കുകൾ നോക്കിയാൽ വൻകിട കയറ്റുമതി, അതായത് 2025 മാത്രം ഇന്ത്യ അമേരിക്കയിലേക്ക് $9.7 ബില്യൺ, ഏകദേശം 80,000 കോടിയിലധികം രൂപയുടെ മരുന്നുകളാണ് കയറ്റി അയച്ചത്. ഇന്ത്യയുടെ ആകെ ഔഷധ കയറ്റുമതിയുടെ 38% അമേരിക്കയിലേക്കാണ് പോകുന്നത്. ഇനി ജീവൻ രക്ഷാ മരുന്നുകൾ അമേരിക്കയിൽ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയ്ക്കായിട്ട് ഡോക്ടേഴ്സ് കുറിക്കുന്ന ഭൂരിഭാഗം ജനറിക് മെഡിസിൻസും നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനികളാണ്. ഇനി US വിപണിയിലെ നമ്മുടെ സാന്നിധ്യമാണ്. അമേരിക്കൻസ് ഉപയോഗിക്കുന്ന ആകെ മരുന്നുകളിൽ 90% ജനറിക് മെഡിസിൻസ് ആണ്. ഇതിൽ മെജോറിറ്റിയും സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, സിപ്ല, ലുപിൻ തുടങ്ങിയ ഇന്ത്യൻ ഫാർമ ഭീമന്മാരുടെയാണ്. ഇനി ഈ മരുന്നുകൾക്ക് 100% പിന്നീട് 200% നികുതി വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മരുന്നുകളുടെ വില അമേരിക്കയിൽ കുതിച്ചുയരും. ഇത് ഇന്ത്യൻ കമ്പനികളുടെ ലാഭക്ഷമതയും കയറ്റുമതി വരുമാനത്തെയും കഠിനമായി ബാധിക്കും. അമേരിക്ക തങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇത് പ്രായോഗികമാണോ എന്ന് പല സാമ്പത്തിക വിദഗ്ധരും സംശയം പ്രകടിപ്പിക്കുന്നു. ഒന്നാമതായിട്ട്, മരുന്ന് ഉൽപ്പാദനം പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. 2 വർഷത്തിനുള്ളിൽ ഭീമൻ കെട്ടിടങ്ങളും അത്യാധുനിക പ്ലാന്റുകളും അമേരിക്കയിൽ പണിത് ഉൽപ്പാദനം തുടങ്ങുക എന്നത് എളുപ്പമല്ല. രണ്ടാമത്, മരുന്ന് വില കുതിച്ചുയരും. അമേരിക്കയിൽ മരുന്ന് നിർമ്മാണ ചെലവ് ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിനു പുറമെ 200% താരിഫ് കൂടി വരുമ്പോൾ സാധാരണക്കാരായ അമേരിക്കൻ രോഗികൾക്ക് മരുന്നുകൾ താങ്ങാനാകാത്ത വിലയിലാകും. മൂന്നാമത്തേത്, മരുന്നിന്റെ ക്ഷാമം ഉണ്ടാകാം. ഇന്ത്യയിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടുകയും ആഭ്യന്തരമായിട്ട് മതിയായ ഉൽപ്പാദനം നടക്കാതിരിക്കുകയും ചെയ്താൽ അമേരിക്കയിൽ കടുത്ത ജീവൻ രക്ഷാ മരുന്ന് ക്ഷാമത്തിന് വഴി തുറക്കും. അടുത്ത ചോദ്യം, അമേരിക്കൻ ജനങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇവിടെ ഒരു വലിയ ചർച്ചയുണ്ട്. ജനറിക് മെഡിസിൻ സാധാരണയായിട്ട് വില കുറഞ്ഞ മരുന്നുകളാണ്. ഇവയ്ക്ക് വലിയ താരിഫ് വന്നാൽ മരുന്നിന്റെ വില കൂടാൻ സാധ്യതയുണ്ടെന്ന് ചില ആരോഗ്യ വിദഗ്ധരും വ്യവസായ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സർക്കാർ പറയുന്നത് ദീർഘകാലത്ത് ആഭ്യന്തര നിർമ്മാണം വർദ്ധിച്ചാൽ സപ്ലൈ കൂടുതൽ സുരക്ഷിതമാകുമെന്നാണ്. ഇത് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിലും വലിയ ചർച്ചയാണ്. ഇന്ത്യ ഇനി എന്ത് ചെയ്യും? ഇന്ത്യൻ ഫാർമ കമ്പനികൾ ഇതിനകം തന്നെ ഈ ഒരു പ്രഖ്യാപനം വിലയിരുത്തുകയാണ്. ചില കമ്പനികൾ അമേരിക്കയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട്. ചിലർ ജോയിന്റ് വെഞ്ചേഴ്സ് അന്വേഷിക്കും, ചിലർ മറ്റ് എക്സ്പോർട്ട് മാർക്കറ്റ്സ് ശക്തിപ്പെടുത്താനും ശ്രമിക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളിലും ഈ വിഷയം പ്രധാന അജണ്ടയാകാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇതൊരു താരിഫ് വാർത്ത മാത്രമല്ല, ലോക വ്യാപാരത്തിൽ സപ്ലൈ ചെയിൻ എവിടെ ആയിരിക്കണമെന്ന ചോദ്യത്തിനുള്ള പുതിയ രാഷ്ട്രീയ നീക്കമാണ്. മരുന്ന് നിർമ്മാണം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണോ അല്ലെങ്കിൽ പുതിയ ട്രേഡ് പ്രഷറാണോ എന്ന ചർച്ച ഇപ്പോൾ ശക്തമാവുകയാണ്. ഇപ്പോൾ പ്രഖ്യാപനം മാത്രമാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥ പരീക്ഷണം 2028 തുടങ്ങുക. അതിനു മുൻപ് ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ കൂടുതൽ നിക്ഷേപിക്കുമോ? ഇന്ത്യയും അമേരിക്കയും പുതിയ ട്രേഡ് എഗ്രിമെന്റിലേക്ക് എത്തുമോ? അല്ലെങ്കിൽ 100% പിന്നീട് 200% താരിഫ് യാഥാർത്ഥ്യമാകുമോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യയുടെ ഫാർമ ഇൻഡസ്ട്രിയുടെയും അമേരിക്കയിലെ മരുന്ന് വിപണിയുടെയും ഭാവി തീരുമാനിക്കുക. Champions in the arena. Rise from the streets. Streets remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും.
വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ലോകം മുഴുവൻ സംസാരിച്ചത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചായിരുന്നു. ഫോർഡോ, നഥാൻസ്, പിക്കാക്സ് മൗണ്ടൻ എന്നിങ്ങനെ ഓരോ ന്യൂക്ലിയർ സൈറ്റും അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടു. പക്ഷേ ഇപ്പോൾ അതേ അമേരിക്ക എടുത്ത ഒരു പുതിയ തീരുമാനം ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ട്രംപ് സൗദി അറേബ്യയുമായിട്ട് ഒരു ഹിസ്റ്റോറിക് ന്യൂക്ലിയർ എഗ്രിമെന്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏറ്റവും വലിയ കാര്യം, ഈ കരാർ സൗദിക്ക് ഭാവിയിൽ യുറേനിയം എൻറിച്ച്മെന്റ് നടത്താനുള്ള വഴി തുറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വശത്ത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തുമ്പോൾ മറുഭാഗത്ത് സൗദി അറേബ്യയ്ക്ക് ആണവ സാങ്കേതിക വിദ്യ വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറാകുന്നു എന്നത് ആഗോളതലത്തിൽ വൻ ചർച്ചയായി കഴിഞ്ഞു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കടുത്ത സുരക്ഷാ നിരീക്ഷണങ്ങളെ പോലും മറികടക്കാൻ അനുമതി നൽകുന്ന ഈ കരാറിന് പിന്നിലെ രഹസ്യ അജണ്ട എന്താണ്? പാകിസ്ഥാന്റെ ആണവ വാഗ്ദാനവും UAE മാതൃകയും ഇസ്രായേലിന്റെ ആശങ്കയും തമ്മിലുള്ള ബന്ധം എന്താണ് നോക്കാം. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഏകദേശം 30 വർഷം നീളുന്ന ഒരു സിവിൽ ന്യൂക്ലിയർ കോഓപ്പറേഷൻ എഗ്രിമെന്റിനാണ് ട്രംപ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ അറ്റോമിക് എനർജി ആക്ടിലെ സെക്ഷൻ 123 എഗ്രിമെന്റ് പ്രകാരമുള്ള ന്യൂക്ലിയർ കോഓപ്പറേഷൻ പാക്ട് ആണ്. ഈ കരാർ വഴി അമേരിക്കൻ കമ്പനികൾക്ക് സൗദിയുടെ സിവിൽ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം വികസിപ്പിക്കാൻ അവസരം ലഭിക്കും. റിയാക്ടേഴ്സ്, സാങ്കേതികവിദ്യ, ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ അമേരിക്ക നേരിട്ട് സഹകരിക്കും. സാധാരണയായിട്ട് അമേരിക്ക മറ്റൊരു രാജ്യവുമായിട്ട് ന്യൂക്ലിയർ എഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ ചില ശക്തമായ നിബന്ധനകൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളാണ്. 1, ആ രാജ്യം സ്വന്തം രാജ്യത്ത് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തരുത്. 2, IAEA അഡീഷണൽ പ്രോട്ടോകോൾ അംഗീകരിച്ച് കൂടുതൽ കർശനമായ പരിശോധനകൾ അനുവദിക്കണം. പക്ഷേ ഈ പുതിയ കരാറിൽ ഈ 2 പ്രധാന സുരക്ഷാ വ്യവസ്ഥകളും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് നോൺ പ്രൊലിഫറേഷൻ വിദഗ്ധരും ചില അമേരിക്കൻ നിർമ്മാതാക്കളും ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഇനി ഈ 123 എഗ്രിമെന്റിലെ പ്രധാന നിബന്ധനകൾ ഇതാണ്. 30 വർഷത്തെ പങ്കാളിത്തം, അതായത് $10 ബില്യൺ അധികം, അതായത് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഈ ഒരു കരാർ 30 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. ഇനി റഷ്യയുടെ റൊസാറ്റം, ചൈനീസ് ആണവ കമ്പനികൾ എന്നിവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അമേരിക്കൻ കമ്പനികൾക്ക് സൗദിയിൽ ആണവ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നു. അടുത്തെന്ന് പറയുന്നത് യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് ആണ്. US-ഉം സൗദിയും ചേർന്ന് നടത്തുന്ന ജോയിന്റ് റിവ്യൂവിന് ശേഷം സൗദിയിൽ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് പച്ചക്കൊടി കാട്ടുന്നു. ഇനി മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപും മുൻപ് സൗദിയുമായിട്ട് ഇത്തരം ഒരു കരാറിന് ശ്രമിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പേരിൽ ഇത് നീണ്ടുപോവുകയായിരുന്നു. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ വിവാദവും സുരക്ഷാ ആശങ്കയും എന്താണ് എന്നൊന്ന് നോക്കാം. സാധാരണയായിട്ട് ഒരു രാജ്യത്തിന് ആണവ സാങ്കേതിക വിദ്യ നൽകുമ്പോൾ അമേരിക്ക ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന കടുത്ത നിബന്ധന വെക്കാറുണ്ട്. അതായത് ആ രാജ്യം തങ്ങളുടെ മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനോ പ്ലൂട്ടോണിയം റീപ്രോസസ് ചെയ്യാനോ പാടില്ല. UAE തങ്ങളുടെ ബറാക്ക ആണവ നിലയം നിർമ്മിച്ചപ്പോൾ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരുന്നു. എന്നാൽ സൗദിയുമായിട്ടുള്ള പുതിയ കരാറിൽ ട്രംപ് ഭരണകൂടം ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒഴിവാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, IAEA എന്ന ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധന നടത്താൻ അനുമതി നൽകുന്ന അഡീഷണൽ പ്രോട്ടോകോൾ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അമേരിക്കയും സൗദിയും പരസ്പര ധാരണയോടെ ഉഭയകക്ഷി സുരക്ഷാ മാനദണ്ഡങ്ങൾ മാത്രമായിരിക്കും നടപ്പിലാക്കുക. സൗദി അറേബ്യയ്ക്ക് എന്തിനാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം? സൗദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ മുൻപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇറാൻ എപ്പോഴെങ്കിലും ഒരു ആണവായുധം നിർമ്മിച്ചാൽ തൊട്ടടുത്ത ദിവസം സൗദിയും സ്വന്തമായിട്ട് ആണവായുധം ഉണ്ടാക്കും. ഇതിനിടയിലാണ് നിർണായകമായ മറ്റൊരു സൈനിക നീക്കം നടന്നത്. അടുത്തിടെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊട്ടു പിന്നാലെ സൗദി അറേബ്യയും ആണവ ശക്തിയായ പാകിസ്ഥാനും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിഫൻസ് പാക്ടിൽ ഒപ്പുവെച്ചു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തുറന്നു പറഞ്ഞു, ആവശ്യം വന്നാൽ പാകിസ്ഥാന്റെ ആണവശേഷി സൗദിയുടെ സുരക്ഷയ്ക്കായിട്ട് ലഭ്യമാക്കും. ഇസ്രായേലിനും ഇറാന്റെ ഭീഷണിക്കുമെതിരെയുള്ള ഒരു ശക്തമായ പ്രതിരോധ മതിൽ പണിയുകയാണ് സൗദി ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്.
എന്നാൽ ഈ ഒരു കരാർ പൂർണ്ണമായിട്ട് പ്രാബല്യത്തിൽ വരാൻ ഇനിയും കടമ്പകൾ ബാക്കിയുണ്ട്. വൈറ്റ് ഹൗസ് ഒപ്പുവെച്ച ഈ 123 എഗ്രിമെന്റ് അടുത്ത ദിവസങ്ങളിൽ US കോൺഗ്രസിന്റെ പരിഗണനയ്ക്ക് വരും. 90 ദിവസത്തെ റിവ്യൂ പീരീഡാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും ഉള്ള നിരവധി ജനപ്രതിനിധികൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മധ്യപൂർവ്വ ഏഷ്യയിൽ ആണവായുധ മത്സരം ഉണ്ടാക്കാൻ ഇത് കാരണമാകുമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ സൗദിക്ക് ഇത്തരം സാങ്കേതിക വിദ്യ നൽകുന്നത് അപകടമാണെന്നുമാണ് ഇവരുടെ വാദം. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നിയന്ത്രിക്കാൻ വർഷങ്ങളായിട്ട് ശ്രമിച്ച അമേരിക്ക ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് ഇത്ര വലിയ ന്യൂക്ലിയർ എഗ്രിമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് ലോക രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണ്. ഈ കരാർ സമാധാനപരമായ വൈദ്യുതി ഉൽപാദനത്തിനായിട്ടുള്ള വഴിയാകുമോ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പുതിയ ന്യൂക്ലിയർ ആംസ് റേസിന്റെ, അതായത് ഒരു മത്സരത്തിന്റെ തുടക്കമാകുമോ? അതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അടുത്ത ഏതാനും മാസങ്ങളിൽ കോൺഗ്രസിലെ ചർച്ചകളും സൗദിയുടെ തുടർ നീക്കങ്ങളും ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രതികരണങ്ങളും ഈ കരാറിന്റെ യഥാർത്ഥ സ്വാധീനം തീരുമാനിക്കും. ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ രാജ്യങ്ങൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? സ്വന്തം സമ്പദ് വ്യവസ്ഥ, ഇക്കണോമി ശക്തമാക്കും, കയറ്റുമതി കൂട്ടും, നിക്ഷേപങ്ങൾ ആകർഷിക്കും. പക്ഷേ പാകിസ്ഥാന്റെ കഥ കുറച്ച് വേറെയാണ്. ഒരു വശത്ത് വർഷങ്ങളായിട്ട് ടെററിസം എന്ന ആരോപണങ്ങളുടെ നിഴലുണ്ട്, മറുവശത്ത് IMF വായ്പകൾ, ചൈനയുടെ സഹായം, സൗദിയുടെയും UAEയുടെയും സാമ്പത്തിക പിന്തുണ. ഇതൊന്നും പോരെന്ന് തോന്നിയോ എന്തോ? ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയുടെ തന്നെ $10 ബില്യൺ, ഏകദേശം 83,000 കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം ചോദിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. വെറും ഒരു സാധാരണ വായ്പയല്ല ഇത്. എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഫെസിലിറ്റി, അതായത് സ്വന്തം കറൻസിയെയും വിദേശ നാണ്യ ശേഖരത്തെയും താങ്ങി നിർത്താനുള്ള അപൂർവമായ ഒരു US ട്രഷറി സംവിധാനമാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈനയിൽ നിന്നും സൗദിയിൽ നിന്നും വായ്പ എടുത്ത് മടുത്ത പാകിസ്ഥാൻ അടുത്തിടെ US ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് വലിയൊരു പ്രതിഫലം പ്രതീക്ഷിക്കുകയാണോ? അമേരിക്ക ഇത് അംഗീകരിക്കുമോ? പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ എവിടെ എത്തി നിൽക്കുന്നു നോക്കാം. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തുവിട്ടത്. പാകിസ്ഥാൻ തങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനാണ്. ബൈലാറ്ററൽ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഫെസിലിറ്റി വഴി $10 ബില്യൺ 5 വർഷത്തേക്ക് ലഭ്യമാക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. അപ്പോൾ എന്താണ് ഈ ഒരു പണം കൊണ്ട് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് നോക്കാം. ഒന്ന്, വിദേശ നാണ്യശേഖരം ഉയർത്തുക. പാകിസ്ഥാന്റെ വിദേശ നാണ്യശേഖരം വളരെ തുച്ഛമാണ്, അതിനെ ശക്തിപ്പെടുത്തുക. 2, രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുക. അതായത് പാകിസ്ഥാനി രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലാണ്. 3, അന്താരാഷ്ട്ര കടത്തിൽ നിന്നുള്ള മോചനം. അന്താരാഷ്ട്ര നാണയനിധിയെയും മറ്റ് വൻകിട ബാങ്കുകളെയും മാത്രം ആശ്രയിക്കുന്ന അവസ്ഥ കുറയ്ക്കുക. US ട്രഷറിയുടെ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വഴി വളരെ അപൂർവമായി മാത്രമേ മറ്റു രാജ്യങ്ങൾക്ക് ഇത്തരം സഹായങ്ങൾ ലഭിക്കാറുള്ളൂ. സാധാരണയായി US ഫെഡറൽ റിസർവ് ചില സഖ്യരാജ്യങ്ങൾക്ക് നൽകുന്ന പെർമനന്റ് സ്വാപ്പ് ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടുത്ത സാമ്പത്തിക ആഘാതമുള്ള രാജ്യങ്ങൾക്കാണ് ഇത് താൽക്കാലികമായിട്ട് നൽകുന്നത്. പക്ഷേ ചോദ്യം ഇതാണ്, അമേരിക്ക പെട്ടെന്ന് പാകിസ്ഥാന് എന്തിനാണ് $10 ബില്യൺ നൽകുന്നത്? ഇതിന് പിന്നിൽ ശക്തമായ ഒരു ജിയോ പൊളിറ്റിക്കൽ കളിയുണ്ട്. അടുത്തിടെ അമേരിക്കയും പല വിധത്തിലുള്ള ആക്രമണങ്ങളിലൂടെ ചൂടുപിടിച്ച ഇസ്രായേൽ ഇറാൻ യുദ്ധ അന്തരീക്ഷവും നിലനിന്നപ്പോൾ US-നും ഇറാന്റെ ഭരണകൂടത്തിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നിരുന്നു. ഈ മധ്യസ്ഥത പാകിസ്ഥാന്റെ നയതന്ത്ര ഒരു പ്രസക്തി വാഷിംഗ്ടണിൽ വർദ്ധിപ്പിച്ചു. ഈ സ്വാധീനം മുതലെടുത്താണ് പാകിസ്ഥാൻ ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക ആവശ്യം വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ന്യൂയോർക്കിലെ ചരിത്ര പ്രസിദ്ധമായ റൂസ്വെൽ ഹോട്ടൽ പുനർവികസന പദ്ധതി ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിക്ഷേപങ്ങളും റെക്കോർഡ് ഖനന പദ്ധതികളിലേക്ക് US എക്സിം ബാങ്കിന്റെ സാമ്പത്തിക സഹായവും ലഭിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സാമ്പത്തികമായി എത്രത്തോളം തകർന്നിരിക്കുകയാണ് എന്ന് കാണിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളൊന്നും നോക്കാം ഇനി. 2023 ഡിഫോൾട്ടിലേക്ക്, അതായത് കടം തിരിച്ചടയ്ക്കാനാകാത്ത അവസ്ഥ, ഇതിലേക്ക് പോകേണ്ടി വന്ന പാകിസ്ഥാനെ IMF നൽകിയ $3 ബില്യൺ പിന്നീട് നൽകിയ $7 ബില്യൺ പാക്കേജുകളാണ് താൽക്കാലികമായിട്ട് രക്ഷിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ ശരിയായില്ല. ചൈന, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന റോൾ ഓവർ വായ്പകളെ, റോൾ ഓവർ ലോൺസിനെ ആശ്രയിച്ചിട്ടാണ് നിലവിൽ പാകിസ്ഥാൻ മുൻപോട്ട് പോകുന്നത്. രാജ്യത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ താഴെയാണ്. വിദേശ നിക്ഷേപകർ സുരക്ഷാ ആശങ്കകളും സ്ഥിരതയില്ലായ്മയും കാരണം പാകിസ്ഥാനിലേക്ക് വരാൻ മടിക്കുന്നു. ജനങ്ങൾ കടുത്ത പണപ്പെരുപ്പത്തിലും വിലക്കയറ്റത്തിലും വലയുകയാണ്. അമേരിക്ക ഈ $10 ബില്യൺ നൽകുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ അതിന് വ്യക്തമായ ഉത്തരമില്ല. കാരണം ഇത്തരത്തിൽ അമേരിക്ക ഒരു രാജ്യത്തിന് നേരിട്ട് ഇത്ര വലിയ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫെസിലിറ്റി, അങ്ങനെ ഒരു ഫണ്ട് നൽകുന്നത് വളരെ അപൂർവമാണ്. കോൺഗ്രസിന്റെയും അമേരിക്കൻ ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളും നിർണായകമാകും. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരു റിക്വസ്റ്റ് മാത്രമാണ്, അപ്രൂവൽ ലഭിച്ചിട്ടില്ല.
US കോൺഗ്രസിലും ബ്യൂറോക്രസിയിലും പാകിസ്ഥാന്റെ ഈ ആവശ്യത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നേക്കാം. കാരണം വായ്പാ തുക തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്ന സംശയവും ചൈനയുടെ കടുത്ത സ്വാധീന വലയത്തിലുള്ള പാകിസ്ഥാന് US നികുതി പണം നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യവും അവിടെയുണ്ട്. എങ്കിലും ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും മിഡിൽ ഈസ്റ്റ് നയതന്ത്രങ്ങളിൽ പാകിസ്ഥാനെ കൂടെ നിർത്താനും വാഷിംഗ്ടൺ ഈ ഒരു നിർദ്ദേശം ഗൗരവമായി പരിഗണിച്ചേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ലോകം മുഴുവൻ ഭയന്ന ഒരു പേര്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്. ഇപ്പോൾ അതിലും അപകടകരമായ മറ്റൊരു പേര് വാർത്തകളിൽ നിറയുകയാണ്, ബാബ് എൽ മന്ദബ് റെഡ് സീ. കാരണം ഇന്ത്യയിലേക്കും ചൈനയിലേക്കും സൗദി അറേബ്യയിൽ നിന്ന് എണ്ണയുമായിട്ട് വന്ന വമ്പൻ ഓയിൽ ടാങ്കേഴ്സ് പാതി വഴിയിൽ യാത്ര നിർത്തി തിരികെ പോയിരിക്കുകയാണ്. കാരണം ഒരു മിസൈൽ അറ്റാക്ക് അല്ല, ഒരു ബോംബിംഗ് അല്ല, ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. യമനിലെ ഹൂതികൾ നൽകിയ ഒരു മുന്നറിയിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ട്രേഡ് റൂട്ടിനെ വിറപ്പിച്ചിരിക്കുകയാണ്. ആഗോള ഊർജ്ജ വിപണിയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തുന്ന പുതിയൊരു വാർത്തയാണ് ചെങ്കടലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലുമായിട്ട് പുറപ്പെട്ട ഭീമൻ എണ്ണ കപ്പലുകൾ ചെങ്കടലിൽ വെച്ച് പെട്ടെന്ന് യാത്ര നിർത്തി വെച്ച് തലതിരിച്ച് മടങ്ങേണ്ടി വന്നു. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ സൗദി അറേബ്യക്കെതിരെ ഒരു ഔദ്യോഗികമായ നേവൽ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചതാണ് ഈ ഒരു അടിയന്തര നീക്കത്തിന് കാരണം. സൗദി തുറമുഖങ്ങളിൽ നിന്ന് എണ്ണ കയറ്റുന്ന ഏത് കപ്പലിനെയും എവിടെ വെച്ചും ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ ഭീഷണി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഉപരോധത്തിലായതോടെ സൗദി ആശ്രയിച്ചിരുന്ന ഒരേ ഒരു ബദൽ പാതയായിരുന്നു ഇത്. ഈ നീക്കത്തോടെ ഏഷ്യയിലേക്കുള്ള എണ്ണ വിതരണം ആഴ്ചകളോളം വൈകുമെന്നും പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്താണ് ചെങ്കടലിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പരിശോധിക്കാം. സംഭവത്തിന്റെ കൃത്യമായ കണക്കുകൾ പരിശോധിക്കാം. ആദ്യം ഒന്ന്, റോഡോസ് ഇന്ത്യയിലേക്ക് 7 ലക്ഷം ബാരൽ സൗദി ക്രൂഡ് ഓയിലുമായിട്ട് വരികയായിരുന്ന ചെറിയ ടാങ്കർ കപ്പലാണിത്. 2, സിൻലോങ് യാങ് ചൈനയിലേക്ക് 20 ലക്ഷം ബാരൽ എണ്ണയുമായിട്ട് പോവുകയായിരുന്ന ഭീമൻ VLCC കപ്പൽ. 3, ന്യൂ പ്രൈം എണ്ണ കയറ്റാനായിട്ട് യാൻബു തുറമുഖത്തേക്ക് വരികയായിരുന്ന മറ്റൊരു കപ്പൽ ഒമാൻ തീരത്ത് വെച്ച് തന്നെ യാത്ര തിരിച്ചുവിട്ടു. സൗദിയുടെ ചെങ്കടൽ തുറമുഖമായ യാൻബുവിൽ നിന്ന് എണ്ണയും നിറച്ച് ബാബ് എൽ മന്ദബ് കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കാനിരുന്നതാണ് ഈ കപ്പലുകൾ. എന്നാൽ ഹൂതികളിൽ നിന്ന് കടുത്ത മുന്നറിയിപ്പ് ഇമെയിൽ സന്ദേശമായി ലഭിച്ചതോടെ ബാബ് എൽ മന്ദബ് കടക്കാതെ കപ്പലുകൾ വടക്കോട്ട് സൂയസ് കനാൽ ലക്ഷ്യമാക്കി തിരിച്ചുവിടുകയായിരുന്നു. ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ തന്ത്രപരമായ ചില ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ നാം അറിയണം. US, ഇസ്രായേൽ ഒപ്പം ഇറാൻ പോരാട്ടം കാരണം ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രധാന പാതയായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഇതിനകം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതോടെ സൗദി അറേബ്യ തങ്ങളുടെ കിഴക്കൻ പ്രവിശ്യയിൽ നിന്നുള്ള എണ്ണ പൈപ്പ് ലൈൻ വഴി പടിഞ്ഞാറൻ തീരത്തുള്ള യാൻബു തുറമുഖത്തേക്ക് എത്തിച്ചിട്ടാണ് ഏഷ്യയിലേക്ക് കയറ്റി അയച്ചിരുന്നത്. അതായത് സൗദിയുടെ എണ്ണ കയറ്റുമതിയുടെ ഒരേ ഒരു ലൈഫ് ലൈൻ ആയിരുന്നു യാൻബു തുറമുഖവും ചെങ്കടലും. എന്നാൽ ഇപ്പോൾ ഹൂതികൾ ബാബ് എൽ മന്ദബ് കടലിടുക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെ ആ പാതയും അടഞ്ഞിരിക്കുകയാണ്. ഇതോടെ സൗദി അറേബ്യയിൽ നിന്നുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ വിതരണ ശൃംഖല പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഹൂതികളെ ഭയന്ന് സൂയസ് കനാലിലേക്ക് തിരിച്ച കപ്പലുകൾക്ക് ഇനി എത്രയോ ഇരട്ടി ദൂരം സഞ്ചരിക്കേണ്ടി വരും. സാധാരണയായിട്ട് 7000 മൈൽ മാത്രമുള്ള യാത്ര സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടൽ കടന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വേണം ഇനി ഇന്ത്യയിലും ചൈനയിലും ഒക്കെ എത്താൻ. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഭീകരമാണ്. ഒന്ന്, സഞ്ചാര ദൂരം, അതായത് പറഞ്ഞതുപോലെ 7000 മൈലിൽ നിന്ന് 17000 മൈലായി ദൂരം ഉയർന്നു. 2, സമയത്തിന്റെ നഷ്ടം. കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ 1.5 മുതൽ 2 മാസം വരെ വൈകും. ഇനി ചെലവ് വർധനവാണ്. ഇൻഷുറൻസ് പ്രീമിയവും ഇന്ധന ചെലവും ഭീമമായിട്ട് ഉയരും. അടുത്തത്, എണ്ണ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ബെൻ ക്രൂഡ് ഓയിൽ വില തൽക്ഷണം 2% വർദ്ധിച്ച് ബാരലിന് $91 മുകളിലെത്തി. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ വലിയൊരു പങ്ക് സൗദിയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിലേക്കുള്ള 7 ലക്ഷം ബാരൽ എണ്ണ വൈകുന്നത് നമ്മുടെ റിഫൈനറികളുടെ പ്രവർത്തനത്തെയും ആഭ്യന്തര ഇന്ധന വിലയും നേരിട്ട് ബാധിക്കും. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കേവലം അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് ലോകത്തിന്റെ ഇന്ധന ശൃംഖലയെ തന്നെ താറുമാറാക്കുകയാണ്. ചെങ്കടലിലെ ഈ ഉപരോധം തുടർന്നാൽ വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാനും ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനും അത് കാരണമായേക്കാം. ഈ പറയുന്ന വാർത്തകളെല്ലാം ആദ്യ കാഴ്ചയിൽ വലിയ പ്രതിസന്ധികളും ആശങ്കകളും നിറഞ്ഞതായിട്ട് തോന്നാമെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു വലിയ നയതന്ത്ര സാമ്പത്തിക പ്രതിസന്ധിക്കും അതിൻ്റെതായ പരിഹാര മാർഗങ്ങളും പുതിയ അവസരങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാകും. കൂടാതെ താരിഫുകൾ ഉയർന്നു വന്നാലും ഗുണനിലവാരമുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്നതിൽ ലോകത്തിന്റെ ഫാർമസിയായ ഇന്ത്യക്കുള്ള ആഗോള പ്രസക്തിയും ഡിമാൻഡും ഒട്ടും കുറയില്ല. അതുപോലെ തന്നെ ഇന്ധന വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ബദൽ ഊർജ്ജ മാർഗങ്ങളിലേക്കും പുതിയ വ്യാപാര അതിർത്തികളിലേക്കും ലോകരാജ്യങ്ങൾ അതിവേഗം
ചുവട് മാറ്റുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റിലെയും ലോക സാമ്പത്തിക രംഗത്തെയും സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ വൻ ശക്തി രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് നയതന്ത്രപരമായ ചർച്ചകളും സമാധാന നീക്കങ്ങളും വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നല്ലൊരു നാളേക്കായിട്ട് കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്.